Hi friends, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് വിഷ്ണുനാഥ് എസ് പി ഫ്രം സ്മാർട്ട് ഇന്ത്യൻ മൊബൈൽ ക്രൂ വർക്കല. നിങ്ങൾക്ക് ഏവർക്കും ആശാൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർ ചൈനീസ് ഫോണുകളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഈ അവസരം മുതലാക്കി ചൈനീസ് ബ്രാൻഡുകൾക്ക് പണി കൊടുക്കാനായി സാംസങ് ദിവസേന എന്തെങ്കിലുമൊക്കെ പുതിയ ഫീച്ചർ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൈനീസ് ബ്രാൻഡുകൾ ഇത്രയും പോപ്പുലർ ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറഞ്ഞ വിലയ്ക്ക് അവർ കൂടുതൽ ഫീച്ചറുകൾ നൽകുന്നത് കൊണ്ട് തന്നെയാണ്. ഇതിനിടയ്ക്ക് സാംസങ്ങും പരമാവധി ശ്രമിക്കുന്നുണ്ട് കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ഫീച്ചറുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. അങ്ങനെ അവർ പുറത്തിറക്കിയ ഒരു മോഡലാണ് സാംസങ് ഗാലക്സി M11. ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 11,000 രൂപയ്ക്കാണ്. ഇതിൽ സാംസങ് പഞ്ച് ഹോൾ ക്യാമറയും നൽകിയിട്ടുണ്ട്. ഇതിന്റെ രണ്ട് വേരിയന്റുകൾ അവൈലബിൾ ആണ്. 3GB റാം, 32GB ഇന്റേണൽ, 4GB റാം, 64GB ഇന്റേണൽ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഫോണിന്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ പ്രൈസിന് ഈ ഫോൺ വർത്ത് ആണോ അല്ലയോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് M11ന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് M11ന്റെ റീറ്റെയിൽ ബോക്സ്. ഇത് 3GB 32GB വേരിയന്റ് ആണ്. നമുക്ക് ആദ്യം ബോക്സ് ഓപ്പൺ ചെയ്യാം. ഈ ബോക്സിൽ നമുക്ക് ആദ്യം കിട്ടുന്നത് യൂസർ മാനുവൽ ആൻഡ് വാറന്റി കാർഡ്. ഫ്രണ്ട്സ്, ഇതാണ് ബ്ലാക്ക് കളറിലെ നമ്മുടെ M11. നമുക്ക് ഇതിനെ സൈഡിൽ വെച്ചിട്ട് ബാക്കി കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് Type-C ഡേറ്റ കേബിൾ, ട്രാവൽ അഡാപ്റ്റർ, അതുപോലെ തന്നെ സിം ഇജക്ടർ ടൂൾ. ഇത് ബ്ലാക്ക് കളറാണ്. ഇതിന്റെ ടോട്ടൽ 3 കളർ അവൈലബിൾ ആണ്. ബ്ലാക്ക് കളർ കൂടാതെ മെറ്റാലിക് ബ്ലൂ, വയലറ്റ് കളറുകളിൽ ഇത് അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക് ബോഡിയിൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഈ ഫോണിനുള്ളത്. ഇവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നൽകിയിട്ടുണ്ട് വിത്ത് ഫ്ലാഷ്. പിറകുവശത്ത് തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസറും നൽകിയിരിക്കുന്നത്. ഇവിടെ സിം ട്രേ പ്ലേസ് ആണ്. ഡുവൽ സിം ട്രേ ആണ് നൽകിയിരിക്കുന്നത്. മെമ്മറി കാർഡിനായി സെപ്പറേറ്റ് സ്ലോട്ടും നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ 512 GB വരെയുള്ള മെമ്മറി കാർഡ് ഇടാൻ സാധിക്കും. പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിമാൽ കവർ ചെയ്യപ്പെട്ടിട്ടുള്ള കർവ്ഡ് ഡിസൈൻ ആണ് സൈഡിലുള്ളത്. താഴ്ഭാഗത്തേക്ക് വന്നാൽ സ്പീക്കർ ഗ്രിൽ, ചാർജിംഗ് യൂണിറ്റ്, മൈക്ക് എന്നിവയാണ് കാണാൻ സാധിക്കുക. റൈറ്റ് സൈഡിൽ വോളിയം റോക്കേഴ്സ് ആൻഡ് പവർ ബട്ടൺ കീ. മുകൾ ഭാഗത്ത് 3.5 mm ജാക്ക് ആൻഡ് നോയിസ് ക്യാൻസലേഷൻ മൈക്കും നൽകിയിട്ടുണ്ട്. മുൻഭാഗത്ത് നമ്മുടെ ഇൻഫിനിറ്റി U ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഇയർ പീസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ വൈസ് ഒരുവിധം സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണെന്ന് തന്നെ പറയാം. ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. നിങ്ങളോട് ബാക്ക് കവർ ഇട്ട് ഉപയോഗിക്കണമെന്നേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. പ്ലാസ്റ്റിക് ബാക്ക് ആയത് കാരണം സ്ക്രാച്ചസ് വരാനുള്ള സാധ്യത അധികമാണ്. ഇൻഫിനിറ്റി ഡിസ്പ്ലേ ആയത് കാരണം തന്നെ നിങ്ങൾക്കിവിടെ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് ലഭിക്കുക. ഇതിന്റെ ബെസൽസ് വളരെ തിന്നാണ്. സാംസങ് M11ൽ നിങ്ങൾക്ക് 6.4 ഇഞ്ച് HD+ TFT ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. 19:5:9 ആസ്പെക്ട് റേഷ്യോ ആണ് ഇതിനുള്ളത്. സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ക്ലാരിറ്റി കുറച്ച് കുറവാണ്. പക്ഷെ മോശമാണെന്ന് പറയാൻ കഴിയുകയുമില്ല. ടെസ്റ്റ് ഒക്കെ വളരെ ക്ലിയർ ആൻഡ് ഷാർപ്പായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. വേറെ ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിലും ക്ലാരിറ്റിയിൽ വലിയ വ്യത്യാസമൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് ഈ ആപ്പുകളെല്ലാം പ്രീ ഇൻസ്റ്റാൾ ആയാണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് 10 ഔട്ട് ഓഫ് ദി ബോക്സ് ലഭ്യമാക്കിയിട്ടുണ്ട് വിത്ത് സാംസങ് One UI 2.0. സാംസങ് One UI ചൈനീസ് ബ്രാൻഡുകളുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ അടിപൊളി ഇന്റർഫേസ് ആണെന്ന് തന്നെ പറയാം. ബാറ്ററി വൈസ് ഇതൊരു മികച്ച ഫോണാണെന്ന് തന്നെ പറയാം. 5000 mAh വളരെ ശക്തമായ ബാറ്ററിയാണ് ഈ ഫോണിലുള്ളത്. അതോടൊപ്പം 15 വാട്ട് ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ഇതിനകത്ത്. ഇനി ഇതിന്റെ പ്രൊസസറിനെ കുറിച്ച് പറയാം. 1.8 GHz Octa-core Snapdragon 450 ചിപ്സെറ്റ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇതൊരു ആവറേജ് പെർഫോമൻസ് ഫോണാണ്. നിങ്ങൾക്ക് ഇതിൽ ലോ ഗ്രാഫിക്സ് ഉള്ള ഗെയിമുകൾ കളിക്കാൻ സാധിക്കും വിത്തൗട്ട് എനി ലാഗിങ്. പക്ഷെ നിങ്ങൾക്ക് ഹൈ ഗ്രാഫിക്സ് ഉള്ള ഹൈ എൻഡ് ഗെയിമുകൾ കളിക്കുകയാണെങ്കിൽ ഈ ഫോൺ കുറച്ച് ലാഗാവും. നോർമൽ യൂസിൽ ഒരു തരത്തിലുമുള്ള ലാഗിങ് ഈ ഫോണിൽ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. നോർമൽ യൂസിന് ഈ ഫോൺ മികച്ചത് തന്നെയാണ്. നിങ്ങൾക്കിതിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ബാക്ക് സൈഡിലാണ് ലഭിക്കുന്നത്. വേറെ ബ്രാൻഡഡ് ഫോണുകളിലൊക്കെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന്റെ അൺലോക്കിംഗ് വളരെ ഫാസ്റ്റ് ആണ്. അതുകൂടാതെ ഇതിൽ ഫേസ് റെക്കഗ്നിഷന്റെയും ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. സാംസങ് M11ൽ ഡാർക്ക് മോഡ്, ഫോക്കസ് മോഡ്, ഡോൾബി അറ്റ്മോസ്, സ്മാർട്ട് വ്യൂ എന്നീ ഓപ്ഷനുകളെല്ലാം ലഭിക്കും. ഹാർട്ട് വ്യൂവിന്റെ സഹായത്തോടെ ഫോൺ സ്ക്രീനിൽ മിററിംഗ് സാധ്യമാകുന്നത്. ഈ ഫോണിൽ ഡസ്റ്റ് റെസിസ്റ്റൻസ്, വാട്ടർ പ്രൂഫ് പ്രൊട്ടക്ഷൻ എന്നിവ ലഭിക്കുന്നില്ല. നോട്ടിഫിക്കേഷൻ ലൈറ്റിന്റെയും ഓപ്ഷൻ നൽകിയിട്ടില്ല. OTG കണക്ടിവിറ്റി ഈ ഫോണിൽ നൽകിയിട്ടുണ്ട്. പെൻഡ്രൈവ് കണക്ട് ചെയ്ത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഫോണിന് നിങ്ങൾക്ക് പവർ ബാങ്ക് പോലെയും ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ക്യാമറയിലേക്ക് വരാം. ഇതിലൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് സാംസങ് നൽകിയിരിക്കുന്നത്. 13 മെഗാപിക്സൽ വിത്ത് അപ്പേർച്ചർ 1.8 പ്രൈമറി ലെൻസ്, 5 മെഗാപിക്സൽ വിത്ത് അപ്പേർച്ചർ 2.2 അൾട്രാ വൈഡ് ലെൻസ്, 2 മെഗാപിക്സൽ വിത്ത് അപ്പേർച്ചർ 2.4 ഡെപ്ത് സെൻസർ,
എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ സെൽഫി ക്യാമറ 8 മെഗാ പിക്സൽ വിത്ത് അപ്പേർച്ചർ 2 ആണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ വിലയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കുറവാണെന്ന് തോന്നുന്നു. ഒരു 16 മെഗാ പിക്സൽ എങ്കിലും ആകാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ക്യാമറയിൽ നൈറ്റ് മോഡിന്റെയും ഓപ്ഷൻ നൽകിയിട്ടില്ല. ഡേ ലൈറ്റിൽ എടുത്ത ഇമേജുകൾ ഡീസന്റ് ആണ്. ലോ ലൈറ്റ് പെർഫോമൻസിൽ ക്യാമറ അത്ര മികച്ചതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമേജുകൾ നാച്ചുറൽ ആണെന്ന് കാണാം. കളർ ടെമ്പറേച്ചറും ഒരുവിധം പെർഫെക്റ്റ് ആണ്. പക്ഷേ ഇമേജ് അത്ര ഷാർപ്പ് അല്ല. സൂം ചെയ്യുമ്പോൾ ബ്ലറായി പോകുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഫുൾ ഹൈ ഡെഫിനേഷനിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. 4Kയുടെ ഓപ്ഷൻ നൽകിയിട്ടില്ല. ഓവറോൾ ഇതിന്റെ ക്യാമറ ആവറേജ് ആണ്. ഫൈനലി നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഫോണിൽ സാംസങ് നിരവധി ഫീച്ചറുകൾ നൽകിയിട്ടില്ല എന്ന് കാണാം. ഉദാഹരണം, ഇതിൽ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ഇല്ല. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഇല്ല. അതുപോലെ തന്നെ ഇതിന്റെ ക്യാമറയും ആവറേജ് ആണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഫീച്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി മണി സ്പെൻഡ് ചെയ്യേണ്ടി വരും. സാംസങ്ങിന്റെ തന്നെ M സീരീസിലും A സീരീസിലും നിരവധി ഫോണുകൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതായിരിക്കും. വില അല്പം കൂടുതൽ നൽകേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് ആവശ്യം ഒരു നോർമൽ ഫോൺ ആണെങ്കിൽ അതും മാന്യമായ വിലയിൽ, അത്യാവശ്യം നല്ല ക്യാമറ, ഇൻഫിനിറ്റി O ഡിസ്പ്ലേ, ഇതൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ് M11. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ M11ന്റെ ഈ ചെറിയ റിവ്യൂ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് ഞെക്കിയേക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.